ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ച വാഹനം ഇറക്കുമതി തീരുവ നൽകാതെ കടത്തിക്കൊണ്ടുവന്ന വിറ്റെന്ന കേസിൽ അന്വേഷണം ഊർജിതമാക്കി DRI കസ്റ്റംസും 10 ലക്ഷത്തിന് വാങ്ങിയ വാഹനം 35 ലക്ഷത്തിനാണ് വിറ്റത്. ഇത്തരത്തിൽ 40-ലധികം വാഹനങ്ങൾ കടത്തിക്കൊണ്ട് വന്നെന്നാണ് വിവരങ്ങളുമായി സഹിൻ ആന്റണി ഉണ്ട്. സഹിൻ, ഇതെന്താണ് ഈ സംഭവം? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അഖില, അതായത് ഭൂട്ടാൻ പട്ടാളത്തിൻ്റെ വാഹനമുണ്ട്. പ്രത്യേകിച്ച് SUV പോലുള്ള വാഹനങ്ങൾക്കപ്പുറം വലിയ മഹീന്ദ്ര പോലുള്ള വലിയ ജീപ്പുകളും മറ്റു വില കൂടിയ വാഹനങ്ങളുമായിരുന്നു ഭൂട്ടാൻ പട്ടാളം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ വാഹനങ്ങൾ ഇവർ ഉപേക്ഷിച്ചിരുന്നു. ഈ ഉപേക്ഷിച്ച വാഹനങ്ങളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇത് ഇറക്കുമതി തീരുവ നൽകാതെയാണ് ഈ വാഹനങ്ങളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. കള്ളക്കടത്തിലൂടെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഹിമാചൽ പ്രദേശിലെത്തിക്കും. അവിടെ വെച്ച് രജിസ്ട്രേഷൻ മാറ്റും. പിന്നീട് കേരളത്തിൽ അടക്കം കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നതായിരുന്നു പതിവായിട്ടുള്ളത്. അങ്ങനെ കേരളത്തിൽ ഇത് വാങ്ങിയിട്ടുള്ള ആളുകളെ പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ വലിയ ഒരു കള്ളക്കടത്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായത്. അതും ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ച വാഹനങ്ങളാണ്. വലിയ വില കൂടിയ വാഹനങ്ങളാണ്. ഇതിലൊക്കെ ഇറക്കുമതി തീരുവ വലിയ കാര്യമായി തന്നെ സർക്കാരിന് ലഭിക്കേണ്ടതുമാണ്. അതെല്ലാം ഇല്ലാതെയാക്കിക്കൊണ്ടാണ് ഈ കള്ളക്കടത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. 10 ലക്ഷം രൂപയ്ക്കൊക്കെ ഈ വാഹനം വാങ്ങിയിട്ട് 30-40 ലക്ഷം രൂപയ്ക്കാണ് നമ്മുടെ നാട്ടിൽ വിൽപ്പന നടത്തിയത്. ഇതിനോടകം തന്നെ 40-ലധികം വാഹനങ്ങൾ ഇത്തരത്തിൽ വിൽപ്പന നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.